ഹേ ഗായ്സ്, ഇന്ന് ഇങ്ങനെ ഒരു സിമ്പിൾ മേക്കപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഐ മേക്കപ്പാണ്. അതിനാദ്യം നമ്മൾ കണ്ണ് കൺസീൽ ചെയ്യണം. എൻ്റെ കണ്ണിലൊക്കെ നല്ല ഡിസ്കളറേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്മൂത്ത് ബേസിന് വേണ്ടി ഒന്ന് കൺസീൽ ചെയ്തിട്ട് ബെറ്റർ ഒരു ഔട്ട്പുട്ട് കിട്ടും. അതൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് വിടണം. കുറച്ച് നേരം അത് കണ്ണിലിരിക്കണം. എന്നിട്ട് ഈ ഒരു ഷെയ്ഡ് നമ്മളൊരു സ്മോൾ ബ്രഷിൻ്റെ അകത്ത് എടുത്തിട്ട് ക്രീസിൻ്റെ അവിടെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. നല്ലോണം ബ്ലെൻഡ് ചെയ്ത് വിടണം. ഐ മേക്കപ്പിൽ എന്ത് ചെയ്താലും നല്ലോണം ബ്ലെൻഡ് ചെയ്യുന്നതനുസരിച്ച് നല്ല റിസൾട്ട് വരും. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്ത് പ്രോഡക്റ്റ് എടുത്താലും നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നല്ലൊരു റിസൾട്ട് കിട്ടുക. എന്നിട്ട് ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ആ ഒരു ഐലൈനർ എഴുതുന്ന ആ ഒരു ഏരിയയിൽ ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് ഫസ്റ്റ് ഒന്ന് കട്ടിക്കിടുക. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ആംഗിൾഡ് ആയിട്ടുള്ളൊരു ബ്രഷിലും സെയിം സാധനമോ അല്ലെങ്കിൽ ജെൽ ലൈനറോ എടുത്തിട്ട് സ്മഡ്ജ് ചെയ്താൽ കുറച്ചും കൂടി ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടും. ഇവിടെ ഇപ്പം ഞാനിതാ യൂസ് ചെയ്തേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഐലൈനറും എഴുതാറുണ്ട്. സോ അത് ഓർത്താരും പേടിക്കണ്ട. അത് കഴിഞ്ഞ് ഇതൊരു ബ്രൗൺ ജെൽ ലൈനറാണ്. അതുകൊണ്ടാണ് കളറായിട്ട് തോന്നാത്തത്. പക്ഷെ അതാ ഒരു എഫക്റ്റ് കൊടുക്കും. അതുമല്ല നമ്മൾ ഈ ബ്രൗൺ ആയിട്ടുള്ള ജെൽ ലൈനറൊക്കെ വെച്ചിട്ട് എഴുതിയിട്ട് നമ്മൾ മസ്കാര ഇടുമ്പോൾ നല്ലപോലെ മനസ്സിലാവും. ഇത് ഒരു ഡാർക്ക് ബ്രൗൺ ഐലൈനറാണ്. എന്നിട്ട് ഞാനൊരു ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് വാട്ടർ ലൈൻ എഴുതിയേക്കുന്നത്. എന്നിട്ട് ആ മുകളിൽ ഇട്ട ആ സെയിം ഷെയ്ഡ് വെച്ചിട്ട് താഴെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു ഉണ്ടക്കണ്ണ് ഫീൽ കിട്ടും. എന്നിട്ട് ഞാൻ കേൾ ചെയ്യണം. നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും കേൾ ചെയ്താൽ ബെറ്റർ റിസൾട്ട് വരും. എനിക്കൊക്കെ ഐബ്രോ ഐലാഷ് കുറവാണ്. എന്നിട്ട് നമ്മൾ ഇതൊരു ഫേസസ് കാനഡയുടെ ഒരു മസ്കാരയാണെന്ന് തോന്നുന്നു. അത് ഞാൻ നല്ലപോലെ അപ്ലൈ ചെയ്തു. ഒരു സിമ്പിളായിട്ടുള്ള